ഇന്നൊന്ന് വൈപ്പിൻ വരെയും പോകാം. കാരണം ഞങ്ങൾ മീനൊക്കെ മേടിക്കുന്നത് അവിടെ നിന്നാണ്. കാളമുക്ക് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ മീൻ മേടിക്കുന്നത്. കാളമുക്ക് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ മീൻ മേടിക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് കംപ്ലൈൻ്റ് ഉള്ള മീനൊന്നും കിട്ടൂല, നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ നമ്മുടെ പുതുവൈപ്പ് ബീച്ച് റോഡിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ LNGയുടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം. റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ LNGയുടെ കെട്ടിടങ്ങൾ. ഗ്യാസിൻ്റെ ഉണ്ട്, ഓയിലിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു റോഡ് ഫുള്ള് ഇതിൻ്റേതായ കെട്ടിടങ്ങളായിരിക്കുള്ളൂ. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. തലവേദനയൊക്കെ ആയിട്ടിരിക്കണം കേട്ടോ. നമ്മുടെ ഓയിലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പുക കൊള്ളാൻ പാടില്ല. നമ്മൾ അടുപ്പിലാണല്ലോ ചെയ്യുന്നത്, വിറകടുപ്പിൽ. പുക അടിക്കാൻ പറ്റില്ല എനിക്ക്. പുക അടിച്ച എൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുള്ളൂ. അപ്പോൾ തലവേദന കൂടിയിരിക്കണേണ്. കക്കിറച്ചി മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പോക്ക്. ഇതാ കാണുന്നത് ഗ്യാസിൻ്റെ ഗോഡൗണാണ്. അപ്പോൾ രാത്രി കാണാൻ നല്ല രസമാണ്. നമ്മൾ പഴനി കാണൂലേ, പഴനിയുടെ ഒരു മോഡലാണത്. ഇത് നമ്മുടെ പുതുവൈപ്പ് ഹിഡൻ സ്പോട്ടാണ്. എന്തോന്ന് ഹിഡൻ സ്പോട്ട്, ഉള്ള വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് തള്ളിയിട്ട് അവിടെ ഒരു ചെറിയൊരു കര പോലെ ആയി, അത്രേ ഉള്ളൂ. അതിൽ കയറിയിട്ടാണ് ആൾക്കാർ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞു വന്നിരിക്കണത്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം മണൽ കൊണ്ടുപോകണേണ്ട. നമ്മളിതേ നമ്മുടെ വൈപ്പിലെത്തി. ഇവിടെ നിന്ന് നേരെ പോയ എറണാകുളം ഹൈക്കോർട്ട്. നമ്മുടെ അൽസാജാണ് കേട്ടോ. വൈപ്പിങ്കാർക്ക് വേണ്ടി ഒരു അൽസാജ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ മീൻ മേടിക്കുന്നത്. അതിൻ്റെ തൊട്ടേക്ക് തന്നെ ഒരു ചായക്കടയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കും. മീൻ മേടിച്ച് ക്ലീനാക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് ചായ കുടിക്കും. അവിടെ നേരെ ഹൈക്കോർട്ടിലാണ് നമ്മുടെ ഗോശ്രീപ്പാലമാണത്. അങ്ങനെ മീനൊക്കെ നോക്കി മീൻ മേടിച്ചിട്ട് തോടിയാണ് മേടിച്ചത്. നല്ലതായിരുന്നു തോടി. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ് കേട്ടോ. ഞങ്ങളോട് ഭയങ്കര കാര്യമൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നില്ല, ഏട്ടൻ മാത്രം ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കുവർ. നല്ലൊരു കൂടപ്പിറപ്പുകളെ പോലെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ലാണ്ടെന്നും ധൈര്യമായിട്ട് മീൻ മേടിക്കാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണിത്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. അൽസാജ് സ്ഥിരം ഞങ്ങൾ ചായ കുടിച്ചിരുന്ന വെച്ചാൽ അവിടെ നിന്നാണ്. അൽസാജിലെ ചേട്ടന്മാർ നോൻപ് തുറക്കണ സമയത്താണ് നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളെയും കൂടെ കൂടിയിരുത്തി നോൻപ് തുറക്കം വരുന്നത്. അത്ര സ്നേഹമാണ്. അതെ, ഇത് നമ്മുടെ ലൈറ്റ് ഹൗസ്. നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പകലെടുക്കാം കേട്ടോ. ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇനി നമ്മൾ നേരെ നമ്മുടെ സ്ഥിരം കടയിലോട്ടാണ് പോകുന്നത്. അവിടെ ഇത് നമ്മൾ എല്ലാം അവസാനം ചെന്ന് എത്തപ്പെടുന്ന സ്ഥലമാണ്. സിംതേരി പള്ളി. കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കടയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇത്ര ഉള്ള കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊക്കെ കച്ച നിൻ്റെയൊക്കെ കണ്ണ്. വാ എൻ്റെ പൊന്നി. സാന്റെയും കിറ്റ് പരിശോധിക്കണം.